നമസ്കാരം. ശ്രീസ് ലേണിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 100 കറണ്ട് അഫയേഴ്സ് ആണ്. 2024 കറണ്ട് അഫയേഴ്സ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ 2025 എല്ലാ എക്സാമുകൾക്കും ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, 2024 രണ്ടാം ലോക ബധിര ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ലോക റെക്കോർഡ് തകർത്ത ഇന്ത്യക്കാരന്റെ പേര് എന്താണ്? ധനുഷ് ശ്രീകാന്ത്. 2024 രണ്ടാം ലോക ബധിര ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ലോക റെക്കോർഡ് തകർത്ത ഇന്ത്യക്കാരന്റെ പേരാണ് ധനുഷ് ശ്രീകാന്ത്. PT ഉഷയുടെ 3 പതിറ്റാണ്ട് പഴക്കമുള്ള 400 മീറ്റർ ഹഡ്സിൽ റെക്കോർഡ് ആരാണ് തകർത്തത്? വിദ്യ രാംരാജ്. ആരാണ്? വിദ്യ രാംരാജ്. PT ഉഷയുടെ 3 പതിറ്റാണ്ട് പഴക്കമുള്ള 400 മീറ്റർ ഹഡ്സിൽ റെക്കോർഡ് തകർത്തത് ആരാണ്? വിദ്യ രാംരാജ്. ഇന്ത്യയുടെ ആദ്യത്തേതും ലോകത്തിലെ 5ാമത്തേതുമായ നൈറ്റ് സഫാരി ഏത് സംസ്ഥാനത്താണ് തുറക്കുന്നത്? ഉത്തർപ്രദേശിലാണ്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തേതും ലോകത്തിലെ 5ാമത്തേതുമായ നൈറ്റ് സഫാരി ഏത് സംസ്ഥാനത്താണ് തുറക്കുന്നത്? ഉത്തർപ്രദേശ്. PT ഉഷയുടെ 3 പതിറ്റാണ്ട് പഴക്കമുള്ള 400 മീറ്റർ ഹഡ്സിൽ റെക്കോർഡ് ആരാണ് തകർത്തത്? വിദ്യ രാംരാജ്. 2024 രണ്ടാം ലോക ബധിര ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ലോക റെക്കോർഡ് തകർത്ത ഇന്ത്യക്കാരന്റെ പേരെന്താണ്? ധനുഷ് ശ്രീകാന്ത്. അടുത്ത ക്വസ്റ്റ്യൻ, പാരാലിമ്പിക്സിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റായി ചരിത്രം സൃഷ്ടിച്ചത് ആരാണ്? പ്രീതി പാൽ. പാരാലിമ്പിക്സിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റായി ചരിത്രം സൃഷ്ടിച്ചത് ആരാണ്? പ്രീതി പാൽ. 2024 കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ കിരീടം നേടിയ ജില്ലയാണ് മലപ്പുറം ജില്ല. അപ്പോൾ 2024 കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ കിരീടം നേടിയ ജില്ല ഏതാണ്? മലപ്പുറം. ഇന്ത്യക്ക് പുറത്ത് തിരുവള്ളുവർ സാംസ്കാരിക കേന്ദ്രം സ്ഥാപിക്കുവാൻ തീരുമാനിച്ച രാജ്യമാണ് സിംഗപ്പൂർ. അപ്പോൾ ഇന്ത്യക്ക് പുറത്ത് തിരുവള്ളുവർ സാംസ്കാരിക കേന്ദ്രം സ്ഥാപിക്കുവാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? സിംഗപ്പൂർ. 2024 സെപ്റ്റംബർ 2 മുതൽ സെപ്റ്റംബർ 4 വരെ ഏത് രാജ്യങ്ങൾക്കിടയിലാണ് വരുണ അഭ്യാസം നടന്നത്? ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഇന്ത്യയും ഫ്രാൻസും. അപ്പോൾ 2024 ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിൽ നടന്ന അഭ്യാസമാണ് വരുണ അഭ്യാസം? ഇന്ത്യയും ഫ്രാൻസും. 2025 ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് ലണ്ടൻ. അപ്പോൾ 2025 ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ലണ്ടൻ. കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ വീടുകളിലേക്ക് നേരിട്ട് എത്തിച്ചു നൽകുന്ന പദ്ധതിയാണ് ഹോം ഷോപ്പ്. അപ്പോൾ എന്താണ് ഹോം ഷോപ്പ് എന്ന പദ്ധതി? കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ വീടുകളിലേക്ക് നേരിട്ട് എത്തിച്ചു നൽകുന്ന പദ്ധതിയാണേത്? ഹോം ഷോപ്പ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ പാത ഏതാണ്? NH44. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ പാത ഏതാണ്? NH44. പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ഏക ഇന്ത്യൻ ഭാരോദ്വഹന താരമാണ് മീരാഭായ് ചാനു. പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ഏക ഇന്ത്യൻ ഭാരോദ്വഹന താരമാരാണ്? മീരാഭായ് ചാനു. ഇന്ത്യയിലെ 56ാമത് കടുവാ സങ്കേതമാണ് ഗുരു കാസിദാസ്താമോർ പിംഗ്ല. ഏതാണ്? ഗുരു കാസിദാസ്താമോർ പിംഗ്ല എന്ന കടുവാ സങ്കേതമാണ് ഇന്ത്യയിലെ 56ാമത് കടുവാ സങ്കേതം. അന്താരാഷ്ട്ര ക്രിക്കറ്റ് അമ്പയറായ ആദ്യ പാകിസ്ഥാൻ വനിത ആരാണ്? സലീമ ഇംതിയാസ്. ആരാണ്? സലീമ ഇംതിയാസ് ആണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് അമ്പയറായ ആദ്യത്തെ പാകിസ്ഥാൻ വനിത ആരാണ്? സലീമ ഇംതിയാസ്. രാജ്യത്തെ ആദ്യത്തെ വന്ദേ മെട്രോ ഉദ്ഘാടനം ചെയ്തത് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. രാജ്യത്തെ ആദ്യത്തെ വന്ദേ മെട്രോ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഗുജറാത്തിലാണ്.
ബെംബിക ചുഴലിക്കാറ്റ്. ബെംബിക ചുഴലിക്കാറ്റ് അപകടകരമായി ബാധിച്ച 2 രാജ്യങ്ങളാണ് ഫിലിപ്പീൻസും ജപ്പാനും. അപ്പോൾ ബെംബിക ചുഴലിക്കാറ്റ് ബാധിച്ച 2 രാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? ഫിലിപ്പീൻസും ജപ്പാനും. ആൻഡമാൻ നിക്കോബാർ ദ്വീപിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേര് എന്താണ്? ശ്രീവിജയപുരം. അപ്പോൾ ശ്രീവിജയപുരമാണ് പഴയ പോർട്ട് ബ്ലെയർ. അപ്പോൾ പോർട്ട് ബ്ലെയറിന്റെ ഇപ്പോഴത്തെ പേരെന്താണ്? ശ്രീവിജയപുരം എന്നാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേരെന്താണ്? ശ്രീവിജയപുരം. ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് യുദ്ധഭ്യാസ് 2024? ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് യുദ്ധഭ്യാസ് 2024? USA. ആജീവനാന്ത നേട്ടങ്ങൾക്കുള്ള വയോസേവന അവാർഡ് 2024 ലഭിച്ചതാർക്കാണ്? വേണുജി. ആജീവനാന്ത നേട്ടങ്ങൾക്കുള്ള വയോസേവന അവാർഡ് 2024 ലഭിച്ചതാർക്കാണ്? വേണുജി. നോബൽ സമ്മാന ജേതാവായ മലാല യൂസഫ്സായി നിർമ്മിച്ച ഡോക്യുമെന്ററി ദ ലാസ്റ്റ് ഓഫ് ദി സീ വിമൺ ഏതാണ്? ദി ലാസ്റ്റ് ഓഫ് ദി സീ വിമൺ എന്നത് ആരുടെ ഡോക്യുമെന്ററിയാണ്? ആര് നിർമ്മിച്ച ഡോക്യുമെന്ററിയാണ്? മലാല യൂസഫ്സായി. നോബൽ സമ്മാന ജേതാവായ മലാല യൂസഫ്സായി നിർമ്മിച്ച ഡോക്യുമെന്ററിയാണ് ദി ലാസ്റ്റ് ഓഫ് ദി സീ വിമൺ. സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിനായി കുട്ടികൾക്ക് കുറഞ്ഞ പ്രായപരിധി നിശ്ചയിക്കാൻ തീരുമാനിച്ച രാജ്യം ഓസ്ട്രേലിയയാണ്. സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിനായി കുട്ടികൾക്ക് കുറഞ്ഞ പ്രായപരിധി നിശ്ചയിക്കാൻ തീരുമാനിച്ച രാജ്യമേതാണ്? ഓസ്ട്രേലിയ. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ഭാഗ്യക്കുറി അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ്? മേഘാലയ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ഭാഗ്യക്കുറി ഏത് സംസ്ഥാനത്താണ്? മേഘാലയയിലാണ്. ലോകത്തിലെ ആദ്യ ചരിഞ്ഞ LED പ്ലാനറ്റേറിയം നിലവിൽ വരുന്നത് മൈസൂറിലാണ്. ലോകത്തിലെ ആദ്യ ചരിഞ്ഞ LED പ്ലാനറ്റേറിയം നിലവിൽ വരുന്നത് എവിടെയാണ്? മൈസൂർ. 2024 US ഓപ്പൺ നേടിയ ആദ്യ ഇറ്റാലിയൻ പുരുഷൻ ആരാണ്? ജാനിക് സിന്നർ. അപ്പോൾ 2024 US ഓപ്പൺ നേടിയ ആദ്യ ഇറ്റാലിയൻ പുരുഷ താരം ആരാണ്? ജാനിക് സിന്നർ. അടുത്തിടെ മികച്ച പൈതൃക ടൂറിസം കേന്ദ്രമായി യുനെസ്കോ പ്രഖ്യാപിച്ച സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. അപ്പോൾ പൈതൃക ടൂറിസം കേന്ദ്രമായിട്ട് യുനെസ്കോ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. 2024 ഏഷ്യൻ വനിതാ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് ഏത് രാജ്യമാണ് നടത്തുന്നത്? ഇന്ത്യയാണ്. 2024 ഏഷ്യൻ വനിതാ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് ഏത് രാജ്യമാണ് നടത്തുന്നത്? ഇന്ത്യയാണ്. 2024 മിസ് ഇന്ത്യ വേൾഡ് വൈഡ് കിരീടം നേടിയത് ധ്രുവി പട്ടേൽ. അപ്പോൾ 2024 മിസ് ഇന്ത്യ വേൾഡ് വൈഡ് കിരീടം ലഭിച്ചത് ആർക്കാണ്? ധ്രുവി പട്ടേൽ. മിസ് ഡെഫ് ഇന്ത്യ 2024 VN അഞ്ജന. മിസ് ഡെഫ് ഇന്ത്യ 2024 ആയതാരാണ്? VN അഞ്ജന. 2024 ഡിസംബറിൽ 100ാം വാർഷികം ആഘോഷിച്ച ഇന്ത്യയിലെ ചരിത്ര സ്മാരകം ഏതാണ്? ഗേറ്റ്വേ ഓഫ് ഇന്ത്യ. 2024 ഡിസംബറിൽ 100ാം വാർഷികം ആഘോഷിച്ച ഇന്ത്യയിലെ ചരിത്ര സ്മാരകമാണ് ഗേറ്റ്വേ ഓഫ് ഇന്ത്യ. കുട്ടികൾ, കൗമാരക്കാരായ പെൺകുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവരെ സഹായിക്കാൻ ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര പദ്ധതിയാണ് പോഷൻ അഭിയാൻ. അപ്പോൾ കുട്ടികൾ, കൗമാരക്കാരായ പെൺകുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവരെ സഹായിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള കേന്ദ്ര പദ്ധതി ഏതാണ്? പോഷൻ അഭിയാൻ. കുട്ടികളുടെ ഭാവിക്കായി മാതാപിതാക്കളെ പെൻഷൻ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാൻ അനുവദിക്കുന്ന NPS വാത്സല്യ പദ്ധതി ആരംഭിച്ചത് ധനമന്ത്രി നിർമ്മല സീതാരാമനാണ്. അപ്പോൾ കുട്ടികളുടെ ഭാവിക്കായി മാതാപിതാക്കളെ പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കുവാൻ അനുവദിക്കുന്ന NPS വാത്സല്യ പദ്ധതി ആരംഭിച്ചത് ആരാണ്? ധനമന്ത്രി നിർമ്മല സീതാരാമനാണ്. 2024 കേരള സ്കൂൾ കായികമേളയുടെ ഭാഗ്യ ചിഹ്നം എന്താണ്?
തക്കുടു എന്ന അണ്ണാറക്കണ്ണനാണ് തക്കുടു. 2024 കേരള സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം ഏതാണ്? തക്കുടു. 2024 നാലപ്പാടൻ സ്മാരക സാംസ്കാരിക സമിതി പുരസ്കാരത്തിന് അർഹനായത് ശ്രീകുമാരൻ തമ്പിയാണ്. അപ്പോൾ 2024 നാലപ്പാടൻ സ്മാരക സാംസ്കാരിക സമിതി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ശ്രീകുമാരൻ തമ്പി. പ്രജാ ഫൗണ്ടേഷന്റെ അഭിപ്രായത്തിൽ നഗര ഭരണ സൂചികയിൽ 1ാം റാങ്ക് നേടിയ സംസ്ഥാനം ഏത്? കേരളമാണ്. അപ്പോൾ പ്രജാ ഫൗണ്ടേഷന്റെ അഭിപ്രായത്തിൽ നഗരഭരണ സൂചികയിൽ 1ാം റാങ്ക് നേടിയ സംസ്ഥാനം ഏതാണ്? കേരളം. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ്? നിതിൻ മധുകർ ജംദാർ. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ്? നിതിൻ മധുകർ ജംദാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശപാത തൃശ്ശൂരാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശപാത സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃശ്ശൂർ. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ. ആരാണ് ശ്രീലങ്കയുടെ പ്രസിഡന്റ്? അനുരകുമാര ദിസനായകെ. ഏത് ദിവസമാണ് അന്താരാഷ്ട്ര സമാധാന ദിനം വർഷം തോറും ആഘോഷിക്കുന്നത്? 21 സെപ്റ്റംബർ 21 അന്താരാഷ്ട്ര സമാധാന ദിനം. അപ്പോൾ അന്താരാഷ്ട്ര സമാധാന ദിനം എന്നാണ് സെപ്റ്റംബർ 21. 2024 മിസ് യൂണിവേഴ്സ് ഇന്ത്യ ആരാണ്? റിയ സിൻഹ. 2024 മിസ് യൂണിവേഴ്സ് ഇന്ത്യ ആയതാരാണ്? റിയ സിൻഹ. 2024 VP സത്യൻ പുരസ്കാരം നേടിയത് ആൻസി സോജനാണ്. 2024 VP സത്യൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസി സോജൻ. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ സർഗാത്മക കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച കലാട്രൂപ്പാണ് അനന്യം. അപ്പോൾ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ സർഗാത്മക കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച കലാട്രൂപ്പിന്റെ പേരെന്താണ്? അനന്യം. 2026 കോമൺവെൽത്ത് ഗെയിംസ് എവിടെയാണ് നടക്കുന്നത്? സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോ സ്കോട്ട്ലൻഡ്. 2026 കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത് ഗ്ലാസ്ഗോ സ്കോട്ട്ലൻഡ്. യാഗി ചുഴലിക്കാറ്റ് ബാധിത രാജ്യങ്ങൾക്ക് സഹായം നൽകുന്നതിനായി ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സദ്ഭാവന. അപ്പോൾ യാഗി ചുഴലിക്കാറ്റ് ബാധിത രാജ്യങ്ങൾക്ക് സഹായം നൽകുന്നതിനായി ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷന്റെ പേരെന്താണ്? ഓപ്പറേഷൻ സദ്ഭാവന. 2024 സെപ്റ്റംബറിൽ ശ്രീലങ്കൻ പ്രധാനമന്ത്രിയായി നിയമിതയായത് ഹരിണി അമരസൂര്യ. അപ്പോൾ ശ്രീലങ്കൻ പ്രധാനമന്ത്രി ആരാണ്? ഹരിണി അമരസൂര്യ. ഓഷ്യൻ 2024 സൈനിക അഭ്യാസത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ ഏതൊക്കെയാണ്? റഷ്യയും ചൈനയുമാണ്. അപ്പോൾ ഓഷ്യൻ 2024 സൈനിക അഭ്യാസത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ ഏതൊക്കെയാണ്? റഷ്യ, ചൈന. ജി ദേവരാജൻ ശക്തിഗാഥ പുരസ്കാരം നേടിയത് ജെറി അമൽദേവ് ആണ്. അപ്പോൾ 2024 ജി ദേവരാജൻ ശക്തിഗാഥ പുരസ്കാരം നേടിയതാരാണ്? ജെറി അമൽദേവ്. 2024 സെപ്റ്റംബർ 19 ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്ത നാഡീ ഉത്സവ്, ത്രിദിന നാഡീ ഉത്സവ് ഏത് സാംസ്കാരികമായി ബന്ധപ്പെട്ടതാണ്? ഇന്ത്യയുടെ നദികളുമായി ബന്ധപ്പെട്ട ഉത്സവമാണ് നാഡീ ഉത്സവ്. ത്രിദിന നാഡീ ഉത്സവമാണ് സെപ്റ്റംബർ 19 നടന്നത്. 2024 സെപ്റ്റംബർ 19 ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്ത ത്രിദിന നാഡീ ഉത്സവം ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്? ഇന്ത്യയുടെ നദികളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പുരുഷ ഹോക്കി ജൂനിയർ ഏഷ്യ കപ്പ് 2024 വിജയിയായത് ഇന്ത്യയാണ്. അപ്പോൾ പുരുഷ ഹോക്കി ജൂനിയർ ഏഷ്യ കപ്പ് 2024 വിജയികളായതാരാണ്? ഇന്ത്യ. പുതിയ ക്രിമിനൽ നിയമങ്ങൾ വിജയകരമായി നടപ്പിലാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ചണ്ഡീഗഡ് ആണ്. അപ്പോൾ പുതിയ ക്രിമിനൽ നിയമങ്ങൾ വിജയകരമായി നടപ്പിലാക്കിയ ആദ്യത്തെ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ചണ്ഡീഗഡ്. 2024 തോപ്പിൽ ഫാസി ഫൗണ്ടേഷന്റെ തോപ്പിൽ ഫാസി പുരസ്കാരത്തിന് അർഹനായത് പെരുമ്പടവം ശ്രീധരനാണ്. അപ്പോൾ 2024 തോപ്പിൽ ഫാസി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പെരുമ്പടവം ശ്രീധരൻ.
മങ്കിടിയ സമുദായത്തിന് ഈയിടെ പ്രത്യേക ഗോത്രവർഗ പദവി നൽകിയ സംസ്ഥാനം ഒഡീഷയാണ്. അപ്പോൾ മങ്കിടിയ എന്നത് ഒരു ഗോത്രവർഗമാണ്. മങ്കിടിയ, ഈ മങ്കിടിയ സമുദായത്തിന് പ്രത്യേക ഗോത്രവർഗ പദവി നൽകിയ സംസ്ഥാനം ഏതാണ്? ഒഡീഷ. 2024 ശാസ്ത്ര രാമാനുജൻ സമ്മാനം ആർക്കാണ് ലഭിച്ചത്? അലക്സാണ്ടർ ഡൺ. അപ്പോൾ 2024 രാമാനുജൻ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? അലക്സാണ്ടർ ഡൺ. ഈ പഠിച്ച 50 ക്വസ്റ്റ്യനും ആൻസർ നമുക്ക് ഒന്നുകൂടി നോക്കാം. 2024 രണ്ടാം ലോകബധിര ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ലോക റെക്കോർഡ് തകർത്ത ഇന്ത്യക്കാരന്റെ പേരെന്താണ്? ധനുഷ് ശ്രീകാന്ത്. PT ഉഷയുടെ 3 പതിറ്റാണ്ട് പഴക്കമുള്ള 400 മീറ്റർ ഹഡിൽസിൽ റെക്കോർഡ് ആരാണ് തകർത്തത്? വിദ്യാ രാംരാജ്. ഇന്ത്യയുടെ ആദ്യത്തേതും ലോകത്തിലെ 5ാമത്തേതുമായ നൈറ്റ് സഫാരി ഏത് സംസ്ഥാനത്താണ് തുറക്കുന്നത്? ഉത്തർപ്രദേശ്. പാരാലിമ്പിക്സിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റായി ചരിത്രം സൃഷ്ടിച്ചത് ആരാണ്? പ്രീതി പാൽ. 2024 കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ കിരീടം നേടിയ ജില്ല ഏത്? മലപ്പുറം. ഇന്ത്യക്ക് പുറത്ത് തിരുവള്ളുവർ സാംസ്കാരിക കേന്ദ്രം സ്ഥാപിക്കുവാൻ തീരുമാനിച്ച രാജ്യം ഏത്? സിംഗപ്പൂർ. 2024 സെപ്റ്റംബർ 2 മുതൽ സെപ്റ്റംബർ 4 വരെ ഏത് രാജ്യങ്ങൾക്കിടയിലാണ് വരുണാഭ്യാസം നടന്നത്? ഇന്ത്യയും ഫ്രാൻസും. 2025 ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ലണ്ടൻ. കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ വീടുകളിലേക്ക് നേരിട്ട് എത്തിച്ചു നൽകുന്ന പദ്ധതി ഏത്? ഹോം ഷോപ്പ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ പാത ഏതാണ്? NH44. പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ഏക ഇന്ത്യൻ ഭാരോദ്വഹന താരം ആരാണ്? മീരാഭായ് ചാനു. ഇന്ത്യയിലെ 56ാമത് കടുവ സങ്കേതം ഏത്? ഗുരു കാസിദാസ് തമോർ പിംഗ്ല. അന്താരാഷ്ട്ര ക്രിക്കറ്റ് അമ്പയറായ ആദ്യ ഇന്ത്യൻ പാകിസ്ഥാൻ വനിത ആരാണ്? അന്താരാഷ്ട്ര ക്രിക്കറ്റ് അമ്പയറായ ആദ്യ പാകിസ്ഥാൻ വനിത ആരാണ്? സലീമ ഇംതിയാസ്. രാജ്യത്തെ ആദ്യത്തെ വന്ദേ മെട്രോ ഉദ്ഘാടനം ചെയ്തത് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. ബെംപിക ചുഴലിക്കാറ്റ് അപകടകരമായി ബാധിച്ച 2 രാജ്യങ്ങൾ ഏതൊക്കെ? ഫിലിപ്പീൻസും ജപ്പാനും. ആൻഡമാൻ നിക്കോബാർ ദ്വീപിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേരെന്ത്? ശ്രീ വിജയപുരം. ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് യുദ്ധാഭ്യാസ് 2024 വ്യായാമം? USA. ആജീവനാന്ത നേട്ടങ്ങൾക്കുള്ള വയോസേവന അവാർഡ് 2024 ആർക്കാണ് ലഭിച്ചത്? വേണുജി. നോബൽ സമ്മാന ജേതാവ് മലാല യൂസഫ്സായ് നിർമ്മിച്ച ഡോക്യുമെന്ററി ഏത്? ദി ലാസ്റ്റ് ഓഫ് ദി സീ വിമൻ. സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിനായി കുട്ടികൾക്ക് കുറഞ്ഞ പ്രായപരിധി നിശ്ചയിക്കാൻ തീരുമാനിച്ച രാജ്യം ഏത്? ഓസ്ട്രേലിയ. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ഭാഗ്യക്കുറി അവതരിപ്പിച്ച സംസ്ഥാനം ഏത്? മേഘാലയ. ലോകത്തിലെ ആദ്യ ചരിഞ്ഞ LED പ്ലാനറ്റേറിയം നിലവിൽ വരുന്നത് എവിടെയാണ്? മൈസൂർ. 2024 US ഓപ്പൺ നേടിയ ആദ്യ ഇറ്റാലിയൻ പുരുഷൻ ആരാണ്? ജാനിക് സിന്നർ. അടുത്തിടെ മികച്ച പൈതൃക ടൂറിസം കേന്ദ്രമായി യുനെസ്കോ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത്? പശ്ചിമ ബംഗാൾ. 2024 ഏഷ്യൻ വനിതാ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് ഏത് രാജ്യമാണ് നടത്തുന്നത്? ഇന്ത്യ. 2024 മിസ് ഇന്ത്യ വേൾഡ് വൈഡ് കിരീടം നേടിയതാരാണ്? ധ്രുവി പട്ടേൽ. മിസ് ഡെഫ് ഇന്ത്യ 2024 ലഭിച്ചതാർക്ക്? VN അഞ്ജന. 2024 ഡിസംബറിൽ 100ാം വാർഷികം ആഘോഷിച്ച ഇന്ത്യയിലെ ചരിത്ര സ്മാരകം ഏത്? ഗേറ്റ്വേ ഓഫ് ഇന്ത്യ. കുട്ടികൾ, കൗമാരക്കാരായ പെൺകുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവരെ സഹായിക്കാൻ ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര പദ്ധതി ഏത്? പോഷൻ അഭിയാൻ. കുട്ടികളുടെ ഭാവിക്കായി മാതാപിതാക്കളെ പെൻഷൻ അക്കൗണ്ടുകൾ നിക്ഷേപിക്കാൻ അനുവദിക്കുന്ന NPS വാത്സല്യ പദ്ധതി ആരംഭിച്ചത് ആരാണ്? ധനമന്ത്രി നിർമ്മല സീതാരാമൻ. 2024 കേരള സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം ഏത്? തക്ടു. 2024 നാലപ്പാടൻ സ്മാരക സാംസ്കാരിക സമിതി പുരസ്കാരത്തിന് അർഹനായത് ആര്? ശ്രീകുമാരൻ തമ്പി. പ്രജാ ഫൗണ്ടേഷന്റെ അഭിപ്രായത്തിൽ നഗരഭരണ സൂചികയിൽ 1ാം റാങ്ക് നേടിയ സംസ്ഥാനം ഏത്? കേരളം. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിധിൻ മധുക്കർ ജംദാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശപാത തൃശൂർ. ശ്രീലങ്കയുടെ പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ. അന്താരാഷ്ട്ര സമാധാന ദിനം സെപ്റ്റംബർ 21. 2024 മിസ് യൂണിവേഴ്സ് ഇന്ത്യ റിയാസ് സിൻഹ. 2024 VP സത്യൻ പുരസ്കാരം നേടിയത് ആൻസി സോജൻ. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ സർഗാത്മക കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ സാമൂഹ്യനീതി വകുപ്പ് ആരംഭിക്കുന്ന കലാ ട്രൂപ്പിന്റെ പേരെന്താണ്? അനന്യം. 2026 കോമൺവെൽത്ത് ഗെയിംസ് എവിടെയാണ്? ഗ്ലാസ്ഗോ, സ്കോട്ട്ലൻഡ്. യാഗി ചുഴലിക്കാറ്റ് ബാധിത രാജ്യങ്ങൾക്ക് സഹായം നൽകുന്നതിനായി ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ സദ്ഭാവന.
2024 സെപ്റ്റംബറിൽ ശ്രീലങ്കൻ പ്രധാനമന്ത്രിയായി നിയമിതയായതാരാണ്? ഹരിണി അമരസൂര്യ. ഓപ്പറേഷൻ ഓഷ്യൻ 2024 സൈനിക അഭ്യാസത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ ഏതൊക്കെ? റഷ്യ, ചൈന. ജി ദേവരാജൻ ശക്തിഗാഥ പുരസ്കാരം നേടിയതാരാണ്? ജെറി അമൽദേവ്. 2024 സെപ്റ്റംബർ 19 ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്ത ത്രിദിന നാഡി ഉത്സവം ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്? ഇന്ത്യയുടെ നദികൾ. പുരുഷ ഹോക്കി ജൂനിയർ ഏഷ്യ കപ്പ് 2024 വിജയി ഇന്ത്യ. പുതിയ ക്രിമിനൽ നിയമങ്ങൾ വിജയകരമായി നടപ്പിലാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം ചണ്ഡീഗഡ്. 2024 തോപ്പിൽ ഫാസി ഫൗണ്ടേഷന്റെ തോപ്പിൽ ഫാസി പുരസ്കാരം ലഭിച്ചത് പെരുമ്പടവം ശ്രീധരൻ. മംഗോളിയ സമുദായത്തിന് ഈയിടെ പ്രത്യേക ഗോത്രവർഗ പദവി നൽകിയ സംസ്ഥാനമേത്? ഒഡീഷ. 2024 ശാസ്ത്ര രാമാനുജൻ സമ്മാനം ലഭിച്ചതാർക്കാണ്? അലക്സാണ്ടർ ഡൺ. ബഹിരാകാശത്തെ കൃഷി സാധ്യതകളുമായി ബന്ധപ്പെട്ട പരീക്ഷണത്തിന്റെ ഭാഗമായി ബഹിരാകാശ നിലയത്തിൽ ലെറ്റിയൂസ് കൃഷി ചെയ്തത് ആരാണ്? സുനിത വില്യംസ്. അപ്പോൾ ബഹിരാകാശത്തെ കൃഷി സാധ്യതകളുമായി ബന്ധപ്പെട്ട പരീക്ഷണത്തിന്റെ ഭാഗമായി ബഹിരാകാശ നിലയത്തിൽ ലെറ്റിയൂസ് കൃഷി ചെയ്തത് ആരാണ്? സുനിത വില്യംസ്. ഗോത്ര വിഭാഗത്തിലെ കുട്ടികൾക്ക് ദൃശ്യസാങ്കേതിക വിദ്യയിലെ അനന്ത സാധ്യത തുറന്നിടാൻ സഹായിക്കുന്ന പദ്ധതിയാണ് കിനാവ്. പാലസ്തീനിൽ സമാധാനപരമായ ഒത്തുതീർപ്പ് എന്ന UN പ്രമേയം അവതരിപ്പിച്ച രാജ്യമാണ് സെനഗൽ. അപ്പോൾ പാലസ്തീനിൽ സമാധാനപരമായ ഒത്തുതീർപ്പ് എന്ന UN പ്രമേയം അവതരിപ്പിച്ച രാജ്യമേതാണ്? സെനഗൽ. ഗോത്രവിഭാഗത്തിലെ കുട്ടികൾക്ക് ദൃശ്യസാങ്കേതിക വിദ്യയിലെ അനന്ത സാധ്യത തുറന്നിടാൻ സഹായിക്കുന്ന പദ്ധതി ഏത്? കിനാവ്. അപ്പോൾ ലെറ്റിയൂസ് കൃഷി ബഹിരാകാശ നിലയത്തിൽ പരീക്ഷിച്ചത് ആരാണ്? സുനിത വില്യംസ് ആണ്. ചെസ്സിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യനാണ് ഡി ഗുകേഷ്. ചെസ്സിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യൻ ആരാണ്? ഡി ഗുകേഷ്. സംസ്ഥാനത്തെ എല്ലാ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്ന് ഉത്തരവിറക്കിയത് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ്. അപ്പോൾ സംസ്ഥാനത്തെ എല്ലാ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്ന് ഉത്തരവിറക്കിയതാരാണ്? കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. 10ാമത് വേൾഡ് ആയുർവേദ കോൺഗ്രസിന് വേദിയാകുന്നത് ഡെറാഡൂണിലാണ്. അപ്പോൾ 10ാമത് വേൾഡ് ആയുർവേദ കോൺഗ്രസിന് വേദിയാകുന്നത് എവിടെയാണ്? ഡെറാഡൂൺ. 2024 ഡിസംബർ 15 അന്തരിച്ച ഇതിഹാസ സംഗീതജ്ഞൻ സക്കീർ ഹുസൈൻ ഏത് ഉപകരണത്തിലാണ് പ്രശസ്തൻ? തബല വാദകൻ. അപ്പോൾ സക്കീർ ഹുസൈൻ ഏത് ഉപകരണവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? തബലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഹൈവേ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി റൂട്ട് പെട്രോളിംഗ് വാഹനങ്ങൾക്ക് നൽകിയിരിക്കുന്ന പേരാണ് രാജ്മാർഗ് സാഥി. രാജ്മാർഗ് സാഥി. അപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഹൈവേ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി റൂട്ട് പെട്രോളിംഗ് വാഹനങ്ങൾക്ക് നൽകിയിരിക്കുന്ന പേരെന്താണ്? രാജ്മാർഗ് സാഥി. അപ്പോൾ സക്കീർ ഹുസൈൻ ഏത് ഉപകരണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? തബലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്ന മഹോത്സവം ഗാധിമയി മഹോത്സവം. ഏതാണ്? ഗാധിമയി മഹോത്സവം. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ മഹോത്സവമാണ് ഇത്. ഗാധിമയി മഹോത്സവ്. ലോകത്തിലെ ഏറ്റവും വലിയ മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്ന മഹോത്സവമാണ് ഇത്. ഗാധിമയി മഹോത്സവം. ഇന്ത്യയിലെ ആദ്യത്തെ AI സിറ്റി സ്ഥാപിതമാകുന്നത് ലക്നൌവിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ AI സിറ്റി എവിടെയാണ്? ലക്നൗ. തദ്ദേശ സ്ഥാപനത്തിന്റെ സഹകരണത്തോടെ സംസ്ഥാനത്ത് ആദ്യമായി നിർമ്മിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ ഫാക്ടറി സ്ഥാപിതമാകുന്ന എവിടെയാണ്? പത്തനംതിട്ടയിലാണ്. തദ്ദേശ സ്ഥാപനത്തിന്റെ സഹകരണത്തോടെ സംസ്ഥാനത്ത് ആദ്യമായി നിർമ്മിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ ഫാക്ടറി എവിടെയാണ് സ്ഥാപിക്കുന്നത്? പത്തനംതിട്ട. ലൈഫ് ഭവന പദ്ധതിയിലൂടെ ലഭിക്കുന്ന വീടുകൾ വിൽക്കുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ ഉള്ള കാലാവധി എത്ര വർഷമാണ്? 12 വർഷം. അപ്പോൾ ലൈഫ് ഭവന പദ്ധതിയിലൂടെ ലഭിക്കുന്ന വീടുകൾ വിൽക്കുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ ഉള്ള കാലാവധി എത്ര വർഷമാണ്? 12 വർഷം. ഇന്ത്യ വിയറ്റ്നാം കോസ്റ്റ് ഗാർഡുകളുടെ സംയുക്ത അഭ്യാസമാണ് സഹയോഗ് ഹോപ്പ് ടാക്ക്. എന്താണ് സഹയോഗ് ഹോപ്പ് ടാക്ക്? ഇന്ത്യ വിയറ്റ്നാം കോസ്റ്റ് ഗാർഡുകളുടെ സംയുക്ത അഭ്യാസമാണ് സഹയോഗ് ഹോപ്പ് ടാക്ക്.
2024 ഡിസംബറിൽ പക്ഷിപ്പനിയെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത് എവിടെയാണ്? കാലിഫോർണിയയിലാണ്. 2024 ഡിസംബറിൽ പക്ഷിപ്പനിയെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എവിടെയാണ്? കാലിഫോർണിയ. 2025 പാരാ അത്ലറ്റിക് ലോക ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരമാണ് ന്യൂഡൽഹി. 2025 പാരാ അത്ലറ്റിക്സ് ലോക ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏതാണ്? ന്യൂഡൽഹി. 2024 പ്രസിഡന്റ്സ് ട്രോഫി ജേതാക്കളായത് വിയ്യപുരം ചുണ്ടനാണ്. അപ്പോൾ 2024 പ്രസിഡന്റ്സ് ട്രോഫി ജേതാക്കൾ ആരാണ്? വിയ്യപുരം ചുണ്ടൻ. രാജ്യത്തെ ആദ്യ പരമ്പരാഗത വൈദ്യ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് കോട്ടൂരാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പരമ്പരാഗത വൈദ്യ ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥാപിതമാകുന്നത്? കോട്ടൂർ. 2024 34ാമത് വ്യാസസമ്മാൻ ആർക്കാണ് ലഭിച്ചത്? ഹിന്ദി എഴുത്തുകാരിയായ സൂര്യബാല. 2024 34ാമത് വ്യാസസമ്മാനം ആർക്ക് ലഭിച്ചു? ഹിന്ദി എഴുത്തുകാരിയായ സൂര്യബാലയ്ക്ക്. 2024 മിസ് കേരള ആരാണ്? മേഘ ആന്റണി. 2024 മിസ് കേരള ആരാണ്? മേഘ ആന്റണി. അടൽ ബിഹാരി വാജ്പേയിയുടെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയം എത്രൻ്റെതാണ്? 100 രൂപയുടെ നാണയമാണ്. അടൽ ബിഹാരി വാജ്പേയിയുടെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയം എത്രയാണ്? 100 രൂപയുടെ നാണയമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽ പാലമാണ് വന്നത് എവിടെയാണ്? അഞ്ചിക്കാട്. ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽ പാലം അഞ്ചിക്കാട് റെയിൽ പാലം. ഓർമ്മകളും മനുഷ്യരും എന്ന പുസ്തകം രചിച്ചതാരാണ്? സുനിൽ പി ഇളയിടം. ഓർമ്മകളും മനുഷ്യരും എന്ന പുസ്തകം ആരുടേതാണ്? സുനിൽ പി ഇളയിടം. 2024 ഒക്ടോബറിൽ തായ്വാനിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിന്റെ പേരാണ് ക്രാത്തോൺ. ഏതാണ്? ക്രാത്തോൺ. 2024 ഒക്ടോബറിൽ തായ്വാനിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിന്റെ പേരെന്താണ്? ക്രാത്തോൺ. 27 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇറാനി കപ്പ് നേടിയ ടീമാണ് മുംബൈ. അപ്പോൾ 27 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇറാനി കപ്പ് നേടിയ ടീം ഏതാണ്? മുംബൈ. 48ാമത് വയലാർ അവാർഡ് സ്മാരക സാഹിത്യ അവാർഡ് ജേതാവായതാരാണ്? അശോകൻ ചരുവിൽ. അപ്പോൾ 48ാമത് വയലാർ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? വയലാർ രാമവർമ്മ സ്മാരക സാഹിത്യ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? അശോകൻ ചരുവിൽ. വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ വിക്കറ്റ് നേടിയ ആദ്യ മലയാളി ആരാണ്? ആശാ ശോഭന. അപ്പോൾ വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ വിക്കറ്റ് നേടിയ ആദ്യ മലയാളിയാണ് ആശാ ശോഭന. എല്ലാ വർഷവും ലോക പരുത്തി ദിനം ഏത് ദിവസമാണ് ആഘോഷിക്കുന്നത്? ഒക്ടോബർ 7. ലോക പരുത്തി ദിനം എന്നാണ് ഒക്ടോബർ 7. നിശ്ചയ് പോഷൻ യോജന ക്ഷയരോഗികൾക്ക് 500 രൂപയിൽ നിന്നും എത്ര തുകയിലേക്കാണ് വർദ്ധിപ്പിച്ചത്? പ്രതിമാസം 1000 രൂപ. അപ്പോൾ നിശ്ചയ് പോഷൻ യോജന ക്ഷയരോഗികൾക്ക് 500 രൂപയിൽ നിന്നും പ്രതിമാസം 1000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. പെൺകുട്ടികളുടെ ശൈശവ വിവാഹത്തിനെതിരെ പോരാടാൻ അസം സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് നിജുത് മൊയ്ന. അപ്പോൾ എന്താണ് നിജുത് മൊയ്ന പദ്ധതി? പെൺകുട്ടികളുടെ ശൈശവ വിവാഹത്തിനെതിരെ പോരാടാൻ അസം സർക്കാർ ആരംഭിച്ച പദ്ധതിയാണേത്? നിജുത് മൊയ്ന. 2024 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ശാസ്ത്രജ്ഞരുടെ പേര് ആരൊക്കെയാണ്? ഡേവിസ് ബേക്കറും ഡെമിസ് ഹസാബിസ്, ജോൺ എം ജമ്പർ. അപ്പോൾ 2024 രസതന്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത് ആർക്കൊക്കെയാണ്? ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ എം ജമ്പർ. 2024 ഫുട്ബോൾ ലോകകപ്പ് ജേതാക്കൾ ബ്രസീലാണ്. അപ്പോൾ 2024 ഫുട്ബോൾ ലോകകപ്പ് ജേതാക്കളായതാരാണ്? ബ്രസീൽ. 2024 ഏഷ്യൻ വുമൺസ് ചാമ്പ്യൻസ് ട്രോഫിയുടെ ഭാഗ്യ ചിഹ്നം ഗുഡിയ. 2024 ഏഷ്യൻ വുമൺസ് ചാമ്പ്യൻസ് ട്രോഫിയുടെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു? ഗുഡിയ. എം മുകുന്ദന്റെ ആത്മകഥയാണ് എൻ്റെ എംബസിക്കാലം. അപ്പോൾ എൻ്റെ എംബസിക്കാലം ആരുടെ ആത്മകഥയാണ്? എം മുകുന്ദന്റെ ആത്മകഥയാണേത്?
എൻ്റെ എംബസിക്കാലം. 2024 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ഹാൻകാങ്ങിനാണ്. അപ്പോൾ 2024 സാഹിത്യ നോബൽ പ്രൈസ് ആർക്കാണ് ലഭിച്ചത്? ഹാൻകാങ്. 2024 സമാധാന നോബൽ സമ്മാനം ലഭിച്ചത് നിഹോൻ ഹിഡാൻഗ്യോ. ആരാണ്? നിഹോൻ ഹിഡാൻഗ്യോ. 2024 സമാധാന നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? നിഹോൻ ഹിഡാൻഗ്യോ. 2024 ചെറുകാട് സ്മാരക പുരസ്കാരത്തിന് അർഹത നേടിയ രചനയാണ് ഇന്ദ്രധനുസ്. അപ്പോൾ 2024 ചെറുകാട് സ്മാരക പുരസ്കാരത്തിന് അർഹത നേടിയ രചന ഏതാണ്? ഇന്ദ്രധനുസ്. 2024 വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ സാംസ്കാരിക പുരസ്കാരത്തിന് അർഹനായതാരാണ്? ജോർജ് ഓണക്കൂർ. 2024 വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാരാണ്? ജോർജ് ഓണക്കൂർ. 2024 ഒക്ടോബറിൽ മികച്ച പഞ്ചായത്തിനുള്ള ദേശീയ ജല അവാർഡ് ലഭിച്ചത് പുല്ലംപാറ പഞ്ചായത്തിനാണ്. അപ്പോൾ 2024 ഒക്ടോബറിൽ മികച്ച പഞ്ചായത്തിനുള്ള ദേശീയ ജല അവാർഡ് ലഭിച്ചത് ഏത് പഞ്ചായത്തിനാണ്? പുല്ലംപാറ പഞ്ചായത്ത്. 2026 ലോക പുസ്തക തലസ്ഥാനം റബാത്ത്. അപ്പോൾ 2026 ലോക പുസ്തക തലസ്ഥാനം ഏതാണ്? റബാത്ത്. വാറ്റ്ഫോ സ്മാരകം സ്ഥിതി ചെയ്യുന്ന രാജ്യം ലാവോസ്. വാറ്റ്ഫോ സ്മാരകം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ലാവോസ്. കൈമൂർ കടുവ സങ്കേതം നിലവിൽ വരുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ബീഹാർ. കൈമൂർ കടുവ സങ്കേതം നിലവിൽ വരുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ബീഹാർ ആണ് കൈമൂർ കടുവ സങ്കേതം. ബോട്ട് യാത്രയിൽ വായനാ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി ഏത്? പുസ്തകത്തോണി. അപ്പോൾ ബോട്ട് യാത്രയിൽ വായനാ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി ഏതാണ്? പുസ്തകത്തോണി. 2024 ഒക്ടോബർ 22 16ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? കസാൻ, റഷ്യ. അപ്പോൾ റഷ്യയിലെ കസാനിലായിരുന്നു 2024 16ാമത് ബ്രിക്സ് ഉച്ചകോടി നടന്നത്. 2024 ഒക്ടോബറിൽ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോ സർവകലാശാല ആദരിച്ച ഓട്ടൻതുള്ളൽ കലാകാരനാണ് മണലൂർ ഗോപിനാഥ്. അപ്പോൾ മണലൂർ ഗോപിനാഥ് ഓട്ടൻതുള്ളലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2024 ഒക്ടോബറിൽ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോ സർവകലാശാല ആദരിച്ച ഓട്ടൻതുള്ളൽ കലാകാരനാണ് ആര്? മണലൂർ ഗോപിനാഥ്. ഈജിപ്തിനൊപ്പം എത്ര രാജ്യങ്ങളാണ് മലേറിയ വിമുക്ത പദവി നേടിയിട്ടുള്ളത്? 44 രാജ്യങ്ങൾ. അപ്പോൾ ഈജിപ്തിനോടൊപ്പം എത്ര രാജ്യങ്ങളാണ് മലേറിയ വിമുക്ത പദവി നേടിയിട്ടുള്ളത്? 44 രാജ്യങ്ങൾ. ഒക്ടോബർ 28 ഉദ്ഘാടനം ചെയ്ത 40 മെഗാവാട്ട് തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ഏത് ജില്ലയിലാണ്? ഇടുക്കിയിലാണ്. അപ്പോൾ തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി. 2024 ഗ്ലോബൽ ആന്റി റേസിസം ചാമ്പ്യൻഷിപ്പ് അവാർഡ് നേടിയത് ഊർമിള. 2024 ഗ്ലോബൽ ആന്റി റേസിസം ചാമ്പ്യൻഷിപ്പ് അവാർഡ് നേടിയതാരാണ്? ഊർമിള. പ്രധാനമന്ത്രി മുദ്രാ യോജന നിലവിലെ 10 ലക്ഷം രൂപയിൽ നിന്ന് എത്രയായിട്ടാണ് ഉയർത്തിയത്? 20 ലക്ഷം. പ്രധാനമന്ത്രി മുദ്രാ യോജന 10 ലക്ഷം രൂപയിൽ നിന്നും എത്ര രൂപയായിട്ടാണ് ഉയർത്തിയത്? 20 ലക്ഷം. അന്തിമേഘങ്ങൾ വർണ്ണഭേദങ്ങൾ. അന്തിമേഘങ്ങളിലെ വർണ്ണഭേദങ്ങൾ എന്ന പുസ്തകം എഴുതിയതാരാണ്? MK സാനു. അന്തിമേഘങ്ങളിലെ വർണ്ണഭേദങ്ങൾ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? MK സാനുവാണ്. ഈ പഠിച്ച ബാക്കി 50 ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നുകൂടി നോക്കാം. ബഹിരാകാശത്തെ കൃഷി സാധ്യതകളുമായി ബന്ധപ്പെട്ട പരീക്ഷണത്തിന്റെ ഭാഗമായി ബഹിരാകാശ നിലയത്തിൽ ലെറ്റ്യൂസ് കൃഷി ചെയ്തത് ആരാണ്? സുനിത വില്യംസ്. ഗോത്രവിഭാഗത്തിലെ കുട്ടികൾക്ക് ദൃശ്യസാങ്കേതിക വിദ്യയിലെ അനന്ത സാധ്യത തുറന്നിടാൻ സഹായിക്കുന്ന പദ്ധതി ഏത്? കിനാവ്. പാലസ്തീനിൽ സമാധാനപരമായ ഒത്തുതീർപ്പ് എന്ന UN പ്രമേയം അവതരിപ്പിച്ച രാജ്യം ഏത്? സെനഗൽ. ചെസ്സിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യൻ ആരാണ്? ഡി ഗുഗേഷ്. സംസ്ഥാനത്തെ എല്ലാ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്ന് ഉത്തരവിറക്കിയത്
കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ്. 10ാമത് വേൾഡ് ആയുർവേദ കോൺഗ്രസിന് വേദിയാകുന്നത് ഡെറാഡൂൺ. 2024 ഡിസംബർ 15 അന്തരിച്ച ഇതിഹാസ സംഗീതജ്ഞൻ സക്കീർ ഹുസൈൻ ഏത് ഉപകരണത്തിലാണ് പ്രശസ്തൻ? തബല വാദകൻ. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഹൈവേ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി റൂട്ട് പെട്രോളിംഗ് വാഹനങ്ങൾക്ക് നൽകിയിരിക്കുന്ന പേര് എന്താണ്? രാജ്മാർഗ് സാധി. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്ന മഹോത്സവം ഏത്? ഗാധിമയി മഹോത്സവം. ഇന്ത്യയിലെ ആദ്യ AI സിറ്റി സ്ഥാപിക്കുന്നത് എവിടെയാണ്? ലക്നൗ. തദ്ദേശ സ്ഥാപനത്തിന്റെ സഹകരണത്തോടെ സംസ്ഥാനത്ത് ആദ്യമായി നിർമ്മിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ ഫാക്ടറി എവിടെയാണ്? പത്തനംതിട്ട. ലൈഫ് ഭവന പദ്ധതിയിലൂടെ ലഭിക്കുന്ന വീടുകൾ വിൽക്കുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ ഉള്ള കാലാവധി എത്ര വർഷമാണ്? 12 വർഷം. ഇന്ത്യ വിയറ്റ്നാം കോസ്റ്റ് ഗാർഡുകളുടെ സംയുക്ത അഭ്യാസം സഹയോഗ് പോപ്റ്റാക്ക്. 2024 ഡിസംബറിൽ പക്ഷിപ്പനിയെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത് എവിടെയാണ്? കാലിഫോർണിയ. 2025 പാരാ അത്ലറ്റിക്സ് ലോക ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ന്യൂഡൽഹി. 2024 പ്രസിഡന്റ്സ് ട്രോഫി ജേതാക്കൾ വിയപുരം ചുണ്ടൻ. രാജ്യത്തെ ആദ്യ പരമ്പരാഗത വൈദ്യ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്ന എവിടെയാണ്? കോട്ടോ. 2024 34ാമത് വ്യാസ സമ്മാനം ആർക്കാണ് ലഭിച്ചത്? ഹിന്ദി എഴുത്തുകാരി സൂര്യബാല. 2024 മിസ് കേരള മേഘ ആന്റണി. അടൽ ബിഹാരി വാജ്പേയിയുടെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയം 100 രൂപ നാണയമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽപാലം അൻഷിഘാട്ട്. ഓർമ്മകളും മനുഷ്യരും എന്ന പുസ്തകം രചിച്ചത് സുനിൽ പി ഇളയിട. 2024 ഒക്ടോബറിൽ തായ്വാനിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് ക്രാത്തോൺ. 27 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇറാനി കപ്പ് നേടിയ ടീം ഏതാണ്? മുംബൈ. 48ാമത് വയലാർ രാമവർമ്മ സ്മാരക സാഹിത്യ അവാർഡ് ജേതാവാരാണ്? അശോകൻ ചരുവിൽ. വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ വിക്കറ്റ് നേടിയ ആദ്യ മലയാളി ആശാ ശോഭന. എല്ലാ വർഷവും ലോക പരിസ്ഥിതി ദിനം ഏത് ദിവസമാണ് ആഘോഷിക്കുന്നത്? ഒക്ടോബർ 7. നിഷി പോഷൺ യോജന ക്ഷയരോഗികൾക്ക് 500 രൂപയിൽ നിന്നും എത്ര തുകയാണ് വർദ്ധിപ്പിച്ചത്? പ്രതിമാസം 1000 രൂപ. പെൺകുട്ടികളുടെ ശൈശവ വിവാഹത്തിനെതിരെ പോരാടാൻ അസം സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? നിയുത് മൊയ്ന. 2024 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ശാസ്ത്രജ്ഞരുടെ പേര്? ഡേവിസ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ എം ജംബർ. 2024 ഫുട്ബോൾ ലോകകപ്പ് ജേതാക്കൾ ബ്രസീൽ. 2024 ഏഷ്യൻ വുമൺസ് ചാമ്പ്യൻസ് ട്രോഫിയുടെ ഭാഗ്യചിഹ്നം ഗുഡിയ. എം മുകുന്ദന്റെ ആത്മകഥ എന്റെ എംബസി കാലം. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹയായത് ഹാൻകാങ്. 2024 സമാധാന നോബൽ പുരസ്കാരം നിഹോൺ ഹിഡാൻക്യോ. 2024 ചെറുകാട് സ്മാരക പുരസ്കാരത്തിന് അർഹത നേടിയ രചന ഇന്ദ്രധനുസ്. 2024 വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ജോർജ് ഓണക്കൂർ. 2024 ഒക്ടോബറിൽ മികച്ച പഞ്ചായത്തിനുള്ള ദേശീയ ജല അവാർഡ് ലഭിച്ചത് പുല്ലംപാറ പഞ്ചായത്ത്. 2026 ലോക പുസ്തക തലസ്ഥാനം റബാത്ത്. വാർഫോ സ്മാരകം സ്ഥിതി ചെയ്യുന്ന രാജ്യം ലാവോസ്. കൈമൂർ കടുവ സങ്കേതം നിലവിൽ വരുന്ന ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ. മറ്റു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.